ഈമാനോടെ മരിക്കണോ? പുത്തൻവാദികൾക്കെതിരെ പടപൊരുതണമെന്നാണ് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആ പുത്തൻവാദികൾ ഈ മാസത്തിൽ, ഈ ഫെബ്രുവരിയിൽ അവരെഴുതിയത് നിങ്ങൾ കണ്ടോ? ഈ എത്ര വേദനാജനകമാണ്. അൽമനാർ ഫെബ്രുവരി 1, 2026. ഇതിലെന്താണ് എഴുതുന്നത്? മഹാന്മാരായ സ്വഹാബത്തിനെ തള്ളിയിട്ട് എഴുതുകയാണ്. എന്നാൽ ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബുകൾ സ്ഥിരപ്പെടുത്തിയ 20 മാലിക്കി മദ്ഹബ് സ്വീകരിച്ച 36 നബിചര്യയിൽ എവിടെയും വന്നിട്ടില്ല. തറാവീഹ് 36 വരെ നിസ്കരിക്കാം എന്ന് അതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ട്. മറ്റുള്ള അയിമ്മത്ത് 20 റക്കഅത്ത് പറഞ്ഞു. 36-ൽ 20 ഉണ്ട് എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് 4 മദ്ഹബുകാരും 20 റക്കഅത്താണ് ലോകം മുഴുക്കെ ഇപ്പോൾ നിസ്കരിച്ചു വരുന്നത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. എന്നാ പറയാണ് അത് നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഓ, ഈ മൗലവിമാര് നബി തങ്ങളെ നേരിൽ കണ്ട വല്ലാത്ത മനുഷ്യന്മാര് തന്നെ. ഓ സുഹൃത്തുക്കളെ, ആ പറയുന്ന അവര് ശേഷം ഉദ്ധരിക്കുന്നുണ്ട്. അതെ, ആയിഷ റളിയല്ലാഹു അൻഹ സ്ഥാപിച്ചതായി ബുഖാരിയും മുസ്ലിമും അടക്കം സകല ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത റമദാനിലോ അല്ലാത്തപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ൽ കൂടുതൽ രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടില്ല. മഗ്രിബ് ഇശാഉം പിന്നെ പകലാ മൗലവി? അത് രാത്രി തന്നെയല്ലേ? വിത്ർ നിസ്കാരം പകലാ. ഈ പറഞ്ഞത് വിത്റിനെ സംബന്ധിച്ചാണെന്ന് ആ ഹദീസ് പറഞ്ഞു കൊടുത്ത ആയിഷ ബീവി തന്നെ പറഞ്ഞിട്ടില്ലേ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസ് നോക്കൂ. അംബിഇനി അൻ വിത്രി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ വിത്ർ നിസ്കരിച്ച് എത്രയാണെന്ന് പറഞ്ഞു തരൂ ഉമ്മ എന്ന് പറഞ്ഞപ്പോ എണ്ണി അങ്ങ് കണക്കൂട്ടി കൊടുത്തിട്ട് കുഞ്ഞുമോനെ അവിടുത്തെ വിത്ർ 11 എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ വിത്റാണ് ഞാൻ പറഞ്ഞത് ആയിഷ ബീവി പറയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മാലിക് ഇമാമിന് മനസ്സിലായില്ല എന്ന് പറയും. ചോദിക്കട്ടെ, സഹീഹ് മുസ്ലിം മറിക്കൂ, ബുഖാരി മറിക്കൂ. ബുഖാരിയിൽ 3 സ്ഥലത്ത് ഈ ഹദീസ് ഉണ്ട്. ഓരോന്നും മറിക്കൂ. ആൻ മാലിക്കിൻ, ആ ഹദീസ് മുഴുവൻ ഹദീസ് പണ്ഡിതന്മാർക്കും എത്തിച്ചു കൊടുത്ത മഹാൻ മുഹദ്ദിസ് ഇമാം മുദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മുവത്തയിൽ 20 റകഅത്ത് തറാവിയും 3 റകഅത്ത് വിത്റുമല്ലേ ഉദ്ധരിച്ചത്. അപ്പൊ ആ മാലിക് ഇമാം അബ്വാബുൽ വിത്ർ അതിൽ എത്ര റകഅത്താ പറഞ്ഞത്? അപ്പൊ മാലിക് ഇമാം പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് മാലിക് ഇമാമിന് മനസ്സിലായിട്ടില്ല എന്നാണ് അൽമനാർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുന്നതിന്റെ ഒരു ചെറിയ രൂപം. എന്നിട്ട് പറയാണ്, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട 11 നിസ്കരിക്കാതെ സ്ഥിരപ്പെട്ടതല്ല എന്നുറപ്പുള്ള 20, 36 സ്വീകരിക്കുന്ന 4 മദ്ഹബുകളുടെയും നിലപാട് തള്ളപ്പെടേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുമ്പൊരിക്കൽ ഒരു ചെറിയ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റകഅത്ത് വിത്ർ നിസ്കരിച്ചു, 8 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് തെളിയിച്ചാൽ 10 കോടി രൂപ ഇനാം എന്നായിരുന്നു ആ നോട്ടീസ്. അത് കിട്ടിയപ്പോൾ ഒരു മൗലവി എനിക്ക് കത്തയച്ചു. അതിലുള്ള എന്താണെന്നറിയോ? അതിലുള്ളത് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരണമെന്ന്. എനിക്ക് കത്തയക്കാണ്ട് അഡ്രസ്സിൽ തന്നെ, എന്റെ അഡ്രസ്സിൽ എനിക്ക് കത്തയക്കാണ്ട് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഉണ്ട് ഇവരെ ബുദ്ധി. അവരാ അയിമ്മത്തിനെ ചോദ്യം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, 4 മദ്ഹബിനെയും തള്ളി, സ്വഹാബത്തിനെ തള്ളി. കാനൂ യഖൂമൂന അലാ ഹദീ